വേർഡ് ടു വേൾഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നീ പെയിൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളുമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നീ പെയിനുള്ള ട്രീറ്റ്മെൻറ്റ് ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അതിനായി ഡോക്ടർ ജിബു ജോർജ് വർഗീസ് ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഒരു സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റായ ഇദ്ദേഹം ഇപ്പോൾ സവീത കോളേജ് ഓഫ് ഫിസിയോതെറാപ്പിയുടെ വൈസ് പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്നു. ഒരു മള്ളിഗൻ കോൺസെപ്റ്റ് ഇൻസ്ട്രക്ടറായ ഇദ്ദേഹം ഇന്ത്യക്ക് പുറത്തും പല സെമിനാറുകളും വർക്ക്ഷോപ്പുകളും നടത്തി വരുന്നു. ഡോക്ടറെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീ പെയിനെ കുറിച്ചാണ്. മുട്ടുവേദന, കാലിൻ്റേതായ മുട്ടുവേദന. ഇപ്പോൾ വളരെയധികം ആൾക്കാർ കടന്നു പോകുന്ന ഒരു പ്രയാസമാണ് മുട്ടുവേദന എന്ന് പറയുന്നത്. അതും പ്രായമുള്ളവരായാലും ശരി, മിഡിൽ ഏജ്ഡ് ആൾക്കാരായാലും ശരി, പലർക്കും ഈ മുട്ടുവേദന പലപ്പോഴും ഒരു പ്രയാസമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുട്ടുവേദന ഉണ്ടാകുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് എക്സസൈസുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. എന്തൊക്കെ എക്സസൈസ് ചെയ്താൽ നമുക്കത് പ്രയോജനപ്പെടും എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നു. പക്ഷേ എപ്പോഴും ഓർക്കുക, നമ്മളെപ്പോഴും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ട് അത് ഡിസ്കസ് ചെയ്ത് നമ്മുടേതായ കണ്ടീഷൻ അസസ് ചെയ്ത് എക്സസൈസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുന്നതായിരിക്കും അനുയോജ്യമായ കാര്യം. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കുറച്ച് എക്സസൈസുകൾ ഞങ്ങൾ കാണിക്കുകയാണ് ഇവിടെ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങളുടെ ആ പ്രിസ്ക്രിപ്ഷനിൽ ഇത് ഉൾപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കി ചെയ്യാനുള്ള വളരെയധികം സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നീ എക്സ്റ്റൻഷൻ എക്സസൈസസ്. നീ എക്സ്റ്റൻഷൻ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ റോളോ പില്ലോയോ മടക്കി ഈ സൈസിൽ ഒരു 30 ഡിഗ്രീസ് ആംഗിളിൽ നമ്മൾ മുട്ടിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ട് താഴോട്ട് പില്ലോ അമർത്തിയിട്ട് ഈ ഫീറ്റ് മേളിലോട്ട് പൊക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? മെയിനായിട്ട് പറഞ്ഞാൽ ഈ മുട്ടിൻ്റേതായ എക്സ്റ്റൻഷൻ മസിൽസ്, ഈ മേളിൽ കാണുന്ന ക്വാഡ്രിസെപ്സ് മസിൽസിൻ്റെ കൺട്രാക്ഷൻ നടക്കും. അത് കൺട്രാക്ഷൻ നടക്കുമ്പോഴാണ് ഈ കാലിങ്ങനെ പൊക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കൺട്രാക്ഷനിൽ കൂടി നമ്മൾ എന്താണ് സാധിച്ചെടുക്കുന്നത്? മുട്ടിൻ്റേതായ ഈ ഫ്രണ്ടിലുള്ള ഈ ബോണിൻ്റെ അലൈൻമെൻറ്റ്, മാറിക്കിടക്കുന്ന അലൈൻമെൻറ്റ് നമ്മൾ തിരിച്ച് സെൻറ്ററിൽ കൊണ്ടുവരാൻ നോക്കുന്നു. അതിൻ്റേതായ പ്രോപ്പർ അലൈൻമെൻറ്റിൽ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നു. അതാണ് നമ്മൾ ഇതിൽ കൂടി ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് പാടില്ല, ഹിപ്പിലും മൂവ്മെൻറ്റ് പാടില്ല. മൂവ്മെൻറ്റ് പ്യുവർലി നീ ജോയിൻറ്റിൽ നിന്നായിരിക്കണം വരുന്നത്. മുട്ട് കീഴെ അമർത്തിക്കൊണ്ട് മേലോട്ട് പൊക്കുക, കാല് ഡൗൺ. വീണ്ടും ചെയ്യുക. 3, 2, 1 റിലാക്സ്. അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു വെയ്റ്റ് കഫ്സ് കാലേ കെട്ടിയിട്ട് അതേ റെസിസ്റ്റൻസോട് കൂടെ 1 kg വെയ്റ്റ് കഫ് ആയാലും ശരി, 2 kg വെയ്റ്റ് കഫ് ആയാലും ശരി, 5 kg വെയ്റ്റ് കഫ് ആയാലും ശരി, പേഷ്യൻ്റെ ടോളറൻസ്, വ്യക്തിയുടെ ടോളറൻസിൻ്റെ അനുസരിച്ച് നമ്മൾ കാലേ കെട്ടിയിട്ട് പേഷ്യനെ കൊണ്ട് ചെയ്യിക്കുക. അടുത്തതായത് ഇത് ഓപ്പൺ കൈനറ്റിക് ചെയിൻ എക്സസൈസ് എന്ന് പറയും. നമ്മളിപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നതാണ് ക്ലോസ് കൈനറ്റിക് ചെയിൻ എക്സസൈസ്. അപ്പോൾ പേഷ്യൻ്റ് കാല് മടക്കാവുന്നിടത്തോളം കാല് മടക്കാൻ പറയുക. എന്നിട്ട് കൈ വെച്ച് റെസിസ്റ്റൻസ് കൊടുക്കുക. എന്നിട്ട് പേഷ്യൻറ്റിനോട് പെതുക്കെ കൈയിലോട്ട് പുഷ് ചെയ്യാൻ പറയുക. പുഷ് ചെയ്ത് കാല് നീട്ടാൻ പറയുക. നീട്ടിയാട്ടെ. കണ്ട എക്സസൈസസ് പേഷ്യൻ്റ് കടന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസസ് ആയിരുന്നു. അടുത്തത് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസസ് കാണാം. അടുത്ത എക്സസൈസ് വീണ്ടും നീ എക്സ്റ്റൻഷൻ എക്സസൈസസ്. പക്ഷേ പേഷ്യൻ്റെ പൊസിഷൻ സിറ്റിങ്ങിലായിരിക്കും. പേഷ്യൻ്റ് കംഫർട്ടബിൾ സിറ്റിങ്ങിൽ കൈ രണ്ടും പുറയിൽ സപ്പോർട്ട് കൊടുത്ത് ഇരിക്കുന്നതായിരിക്കും.
ഈ പൊസിഷനിൽ ഇച്ചിരൂടെ പുറയിലോട്ട് ചാരിയിരിക്കാം. യെസ്, കയ്യിൽ സപ്പോർട്ട് കൊടുത്ത് ചാരിയിരിക്കാം. ഇതാണ് കംഫർട്ടബിൾ പൊസിഷൻ. ഈ പൊസിഷനിൽ പേഷ്യൻറ്റിനോട് പറയുന്നത് കാല് നീട്ടാനായിരിക്കും. പാദം മേളിലോട്ട് പൊക്കി പിടിക്കുക. മാക്സിമം ഹോൾഡ്. 3, 2, 1 റിലാക്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പേഷ്യൻ്റെ കാലിൻ്റെ പൊസിഷൻ പേഷ്യൻ്റ് ഇച്ചിരൂടെ ന്യൂട്രൽ ആയിരിക്കണം. ഇപ്പോൾ അടുത്തോട്ട് കൊണ്ടുവരണം 2 കാലും. ടർക്കിക്ക് കാരണം ആ ഫുൾ ഫൈനൽ 5 ഡിഗ്രീസ് ഓഫ് എക്സ്റ്റൻഷനിൽ തന്നെ വളരെയധികം പ്രസക്തിയുണ്ട്. അതാണ് നമ്മുടെ ആ മുട്ടിന് മേളിലുള്ള ചെറിയ എല്ലിൻ്റെ ആ പൊസിഷൻ ന്യൂട്രലിൽ കൊണ്ടുവരുന്നത് ആ മസിലിൻ്റെ ആക്ഷനാണ്. സോ ആ മസിൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചാട്ട്. നീട്ടിക്ക്. ഹോൾഡ്. 3, 2, 1 ഡൗൺ. അഗെയിൻ ഹോൾഡ്. 3, 2, 1. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും പേഷ്യൻ്റ് ഇവിടെ നമ്മൾ മോഡൽ ചെയ്യുന്ന ആ സ്പീഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ ഈ സ്പീഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്പീഡ് കൂട്ടാൻ പാടില്ല, വളരെ കുറയ്ക്കാനും പാടില്ല. ഒന്ന് സ്പീഡായിട്ട് ചെയ്ത് കാണിച്ച്. വളരെ സ്പീഡായിട്ട്. ഈ കാലാട്ടുന്ന രീതിയിൽ എക്സസൈസ് ചെയ്തിട്ടും പ്രയോജനമില്ല. കാരണം ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മസിലിൻ്റെ ആക്ഷനോ ബെനിഫിറ്റോ ആ മസിലിന് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നത് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള സ്പീഡിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നീട്ടിക്കാം. ഫുൾ റേഞ്ച് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് പോവുക 90 ഡിഗ്രീസ്. അതേ സമയത്ത് ഇതിൻ്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ വെയ്റ്റ് കഫ്സ്, ചെറിയ വെയ്റ്റ് ബാഗ്സ് കിട്ടും. വെയ്റ്റ് ബാഗ്സ് വെൽക്രോ സ്ട്രാപ്പോടുകൂടി കാലയിൽ കെട്ടിവെക്കാൻ പറ്റിയത് നമ്മുടെ ഈ സ്പോർട്സ് സ്റ്റോഴ്സിലൊക്കെ കിട്ടുന്ന കാര്യമാണ്. അത് നമ്മൾ കാലിൻ്റെ അറ്റത്ത് 1 kg 2 kg ആളുടേതായ ഒരു കപ്പാസിറ്റിക്ക് നമ്മുടെ യൂസ് ചെയ്യുന്ന ആളുടെ ഇൻഡിവിജ്വലിൻ്റെ വ്യക്തിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ആ വെയ്റ്റ് കപ്സ് വാങ്ങിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്രമേണ നമുക്ക് അതിൻ്റെ വെയ്റ്റിൻ്റെ സ്ട്രെങ്ത്തും കൂട്ടിയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടാവുന്നതാണ്. അതനുസരിച്ച് മസിലിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് തെറാബാൻഡ് എക്സസൈസസ് ഓർ ഇലാസ്റ്റിക് ബാൻഡ് എക്സസൈസസ്. ഇലാസ്റ്റിക് ബാൻഡ് നമ്മുടെ വെയ്റ്റ് കഫിൻ്റെ ഒരു പ്രോഗ്രഷനാണ്. വെയ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് ബാൻഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ മസിലിനെ പിന്നീട് വീണ്ടും ഫങ്ഷണലായിട്ട് വളരെ അധികമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇലാസ്റ്റിക് ബാൻഡ്സ്. അതിപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ മോഡലിൻ്റെ കാലയിലോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ തെറാബാൻഡ് അല്ലെങ്കിൽ അഥവാ ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ കാലയിൽ കെട്ടിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പേഷ്യൻ്റ് കാല് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുക, മുട്ട് നീട്ടാൻ പോവുകയാണ്. പതുക്കെ നീട്ടിയിട്ട് ഈ ട്രീറ്റ്മെൻറ്റിനും വളരെ പ്രസക്തിയുണ്ട്. നമ്മൾ സാധാരണ വെയ്റ്റ് കപ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും അതിൻ്റെ മസിലിൻ്റെ റീട്രെയിനിങ്, അതേ സമയത്ത് ജോയിൻ്റേതായ പ്രൊപ്രിയോസെപ്റ്ററി ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഉപയോഗപ്പെടുന്നതാണ് റെസിസ്റ്റീവ് ബാൻഡ് ട്രെയിനിങ്. ആ സാഹചര്യത്തിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. ഒന്നുകൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബാൻഡിൻ്റെ കളർ യെല്ലോ കളറാണ്. ഇവരുടെ ഇൻ്റർനാഷണൽ കോഡിംഗ് ഉണ്ട് ഈ റെസിസ്റ്റൻറ്റ് ബാൻഡ്സിന്. ഇങ്ങനെ പല കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്. അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ആ കളേഴ്സ് അനുസരിച്ച് ഈ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ സ്ട്രെങ്ത്തും കൂടും. അപ്പോൾ സ്ട്രെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുകയാണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടേതായ സിറ്റുവേഷൻ അസസ് ചെയ്തിട്ട്
നമ്മൾ ഏത് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപക്ഷെ നിങ്ങൾ കൂടിയ റെസിസ്റ്റൻസ് ഉള്ള ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാകാം. നെഗറ്റീവ് ഇഫക്ട്സ് എന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ മസിൽ ഇഞ്ചുറി ചെയ്യാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട മസിൽ യൂസ് ചെയ്യാതെ വേറെ മസിലുകൾ യൂസ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻസ് നടക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് പ്രോപ്പർ അസസ്മെൻറ്റ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള റെസിസ്റ്റൻസ് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടുവേദനയ്ക്ക് IT ബാൻഡിൻ്റെ എക്സസൈസാണ്, ഇലിയോടിബിയൽ ബാൻഡ്. ഇലിയോടിബിയൽ ബാൻഡ് എന്ന് പറയുന്നത് അത് ഹിപ്പിൽ നിന്ന് വരുന്ന ടെൻസർ ഫേഷ്യ ലേറ്റ എന്ന് പറയുന്ന മസിലിൻ്റെ കണക്ഷനുമായിട്ട് താഴെ മുട്ട് വരെ വരുന്ന ഒരു മസിലാണ്. അത് നീ പ്രോബ്ലംസിനും ഇതിന് വളരെ അധികം പ്രസക്തിയുണ്ട്. വളരെ പേഷ്യൻസ് ഇപ്പോൾ നീ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസൊക്കെ ഇതിൻ്റെ കംപ്ലയിൻറ്റും പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസിലിൻ്റെ വീക്ക്നെസ്സും കംപ്ലയിൻറ്റും കണ്ടുപിടിക്കാവുന്നതാണ്. പലപ്പോഴും ഇവിടുത്തെ ഈ പേഷ്യൻസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല മുട്ടുവേദനയുള്ള വ്യക്തികൾ പറയുന്നത് ക്യുമുലേറ്റീവായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് വെറും മുട്ടുവേദന എന്ന് പറയുക. നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് അസസ് ചെയ്ത് കഴിയുമ്പോഴോ പ്രോബ്ലം എന്തോന്ന് കൺസൾട്ട് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇങ്ങനെ പല മസിലിൻ്റെയും വീക്ക്നെസ് മൂലമാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു മസിലുമാണ് ടെൻസർ ഫേഷ്യ ലേറ്റ, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായ IT ബാൻഡ്, ഇലിയോടിബിയൽ ബാൻഡ് എന്ന് അറിയപ്പെടും. ആ ഇലിയോടിബിയൽ ബാൻഡ് അവസാനിക്കുന്നത് നമ്മുടെ മുട്ട് കഴിഞ്ഞുള്ള ബോണിലാണ്, നമ്മുടെ ഫീമർ ബോൺ എന്ന് പറയും. അപ്പോൾ അവിടാണ് അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉള്ളത്, ഫിബുല ആൻഡ് ടിബിയ, അതിലാണ് അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ഇങ്ങനെ സൈഡ് പൊസിഷനിൽ കിടക്കുക, ഹിപ്പ് ന്യൂട്രലിലാണ് വെക്കേണ്ടത്, ഈ പൊസിഷനിൽ വെക്കാം. അതേ സമയത്ത് അടിയിലുള്ള കാല് മടക്കി മുമ്പോട്ട് വെക്കണം, സ്റ്റെബിലിറ്റിക്ക്, പേഷ്യൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ആകാതിരിക്കാനായിട്ട്, ഉരുളാതിരിക്കാനായിട്ട്. അപ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ സൈഡ് ലൈനിൽ കിടത്തിയിട്ട് പേഷ്യൻ്റ് കാല് നേരെ മേളിലോട്ട് പൊക്കുന്നതായിരിക്കും. ഇപ്പോൾ പേഷ്യൻ്റ് പൊക്കുന്നത് മുമ്പോട്ടാണ്. ഈ കാല് മുമ്പോട്ട് വരാൻ പാടില്ല, താഴോട്ട് വെച്ചിട്ട് നേരെ മേളിലോട്ട് സ്വല്പം പുറയിലോട്ട് പോകുന്ന രീതിയിൽ. ഇതിപ്പോൾ പ്യുവർ അബ്ഡക്ഷനാണ്. അബ്ഡക്ഷൻ എന്ന് പറയും നേരെ മേളിലോട്ട് ലാറ്ററലായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അഥവാ നമ്മൾ നിന്നുകൊണ്ട് സൈഡിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ. സ്വല്പം കൂടെ പോക്കട്ടെ. 3, 2, 1 താഴോട്ട് വന്നോട്ടെ. വീണ്ടും മേളിലോട്ട് പോക്ക്. 3, 2, 1 ഡൗൺ. വീണ്ടും മേളിലോട്ട് പോട്ടെ. 3, 2, 1 ഡൗൺ. വീണ്ടും മേളിലോട്ട്. ഹോൾഡ്. 3, 2, 1 ഡൗൺ. ഇതാണ് IT ബാൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസസ് അഥവാ ടെൻസർ ഫേഷ്യ ലേറ്റ സ്ട്രെങ്തനിങ് എക്സസൈസസ്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് സെമി സ്ക്വാറ്റ്സ്. സെമി സ്ക്വാറ്റ്സ് അഗെയിൻ ഈസ് എ ഫങ്ഷണൽ എക്സസൈസ്. വീണ്ടും ഒരു ഫങ്ഷണൽ എക്സസൈസ് ആണ്. ക്ലോസ് കൈനറ്റിക് ചെയിൻ ആണ്. എല്ലാ ജോയിൻസും മൂവ് ആകും. ഇറ്റ്സ് മോർ ഫങ്ഷണൽ ഇൻ നേച്ചർ. അതുകൊണ്ട് ഇവിടെ നമ്മൾ പേഷ്യൻ്റ് ഇപ്പോൾ മോഡലിൽ ചെയ്യാൻ പോകുന്നത് പ്രോപ്പർ സപ്പോർട്ട് എടുത്തുകൊണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പ്രത്യേകിച്ച് പ്രായമുള്ളവരാണെങ്കിൽ പ്രോപ്പർ സപ്പോർട്ട് എടുക്കണം. സൈഡിൽ നല്ല ഉറച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൽ ചെയർ ആയിരിക്കാം, ഡൈനിങ് ടേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിൾ ആയിരിക്കാം. അതിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് വേണം ഈ എക്സസൈസ് ചെയ്യാൻ. സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വിധിക്കുക, സ്ക്വാറ്റ് ചെയ്യുക, തിരിച്ചു വരിക. ഇതൊരു സെമി സ്ക്വാറ്റ്സ് ആണ്, ഫുൾ സ്ക്വാറ്റ് വരുന്നില്ല. ഇനി ഒരു 60 ഡിഗ്രീസ് റേഞ്ചിന് മടങ്ങുന്ന രീതിയിൽ സ്ക്വാറ്റ് ചെയ്തിട്ട് നിവർന്നു വരിക. ഈ സെമി സ്ക്വാറ്റ്സ് ചെയ്യേണ്ടത് മുട്ട് മടക്കിയിട്ട് ഒരു 60 ഡിഗ്രീസിന് മുട്ട് മടക്കുക, താഴോട്ട് പോവുക. കൗണ്ട് ഓഫ് 3, 2, 1 വീണ്ടും നിവർന്ന് വരുമ്പോൾ നമ്മുടെ മുട്ടും ഹിപ്പും നേരെ കൊണ്ടുവരിക മേളിലോട്ട്. ഓക്കെ, സോ ദിസ് ഇസ് സെമി സ്ക്വാറ്റ്സ്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് സിംഗിൾ ലെഗ് സ്റ്റാൻഡ്സ്. സിംഗിൾ ലെഗ് സ്റ്റാൻഡ്സ് ബേസിക്കലി ഈസ് ടു ട്രെയിൻ ഫോർ ദി ബാലൻസ് കോമ്പണൻറ്റ് ഓഫ് യുവർ ഫങ്ഷണൽ ആക്ടിവിറ്റി. ബേസിക്കലി നമ്മുടെ ബാലൻസ്, നമ്മുടെ നിൽക്കുന്നതിൻ്റെ ബാലൻസ്, പ്രത്യേകിച്ച് പ്രായമുള്ളവർ, അല്ലെങ്കിൽ മുട്ടിന് ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് സർജറി ചെയ്തവർ,
അല്ലെങ്കിൽ ഒത്തിരി നാൾ ഫ്രാക്ചർ കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് ഒത്തിരി നാൾ കഴിഞ്ഞ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെ യൂസ് ആവുന്ന ഒരു എക്സസൈസാണ് ഈ സിംഗിൾ ലെഗ് സ്റ്റാൻസ് ഫോർ ബാലൻസ്. ഇതാണ് സിംഗിൾ ലെഗ് സ്റ്റാൻസ്. ഇപ്പോൾ ഇതിൽ പേഷ്യൻ്റ് നിൽക്കുന്നത് അഫക്റ്റഡ് ലെഗിലായിരിക്കും. വേദനയുള്ള കാലിലാണ് പേഷ്യൻ്റ് നിൽക്കുന്നത്. വേദനയില്ലാത്ത കാല് മടക്കി വയ്ക്കും. മടക്കി പിടിച്ചുകൊണ്ട് അവിടെ കാണാമല്ലോ പേഷ്യൻ്റ് ചെറിയ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മോഡൽ ചെറിയ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ട്രെയിനിങ്ങിൽ നമ്മൾ പേഷ്യൻറ്റിനോട് മോഡലിനോട് പറയാൻ പോകുന്നത് പെതിക്കെ ആ ബാലൻസ് ഈ സപ്പോർട്ട് പെതിക്കെ വിഡ്രോ ചെയ്യാൻ നോക്കണം. പെതിക്കെ വിഡ്രോ ചെയ്തിട്ട് നിൽക്കാൻ നോക്കണം. ഇൻ കേസ് വീഴുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കൗച്ച പിടിക്കാം. വിഡ്രോ ചെയ്യുക. നിൽക്കാനുള്ള ട്രെയിനിങ്, ഒറ്റക്കാലേ നിൽക്കാനുള്ള ട്രെയിനിങ് എടുക്കണം. അത് ഈ എക്സസൈസ് മൂലം നമ്മുടെ ആ അഫക്റ്റഡ് ആയിട്ടുള്ള നീയുടെ പല മസ്കുലർ സ്ട്രക്ചേഴ്സ് ആയാലും ശരി, ജോയിൻ്റ് അകത്തുള്ള റിസപ്റ്റേഴ്സ്, ബാലൻസ് റിസപ്റ്റേഴ്സ് ആയാലും ശരി, അതൊക്കെ ആക്ടിവേറ്റ് ആകും. ഇതൊക്കെ അത് ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ പേഷ്യൻ്റേതായ ബാലൻസ് കോമ്പണൻറ്റ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഈ പെർട്ടിക്കുലർ എക്സസൈസ്. ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിലും സപ്പോർട്ട് വയ്ക്കാം, ഒരു കംഫർട്ടിൻ്റെ സൈഡിലും സപ്പോർട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ഇത് വെച്ച് നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ മുമ്പോട്ട് ഒരു ചെയർ വെച്ചിട്ട് ചെയറെ പിടിച്ചുകൊണ്ട് നിൽക്കാം. പെതിക്ക് ചെയറിൽ നിന്ന് കൈയെടുക്കാൻ ശ്രമിച്ചിട്ട് ആ സിംഗിൾ ലെഗ് സ്റ്റാൻസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ സിംഗിൾ ലെഗ് ബാലൻസ് കാലിൻ്റേതായ ബാലൻസ് ഇമ്പ്രൂവ് ആവുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ എക്സസൈസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മുട്ടിന് മാത്രമല്ല, ഇൻ കേസ് ആങ്കിളിൽ ഇൻക്ലൂഡിങ് ദ ഹിപ്പ്, 3 ജോയിൻറ്റിൻ്റേതായ ബാലൻസ് ഒരു കോർഡിനേഷൻ നടക്കും. ബാലൻസും മസിൽസും തമ്മിൽ ഒരു കോർഡിനേഷൻ നടക്കും. വളരെ പ്രയോജനപ്പെടുന്ന ഒരു എക്സസൈസ് ആയിരിക്കും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് പുതിയതായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബാലൻസിങ് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നും. ഇത് മുട്ടുവേദനയോ അത് നടുവേദനയോ അല്ലെങ്കിൽ കാലിന് വേദനയുള്ളവർക്കൊക്കെ അതൊരു വളരെ ചാലഞ്ചിങ് ആയിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ക്രമേണ ഇതൊരു ഒരാഴ്ച 2 ആഴ്ച ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ആ നടക്കുന്ന പാറ്റേൺ തന്നെ നിങ്ങളുടെ സ്വന്തക്കാരോ നിങ്ങളുടെ ബന്ധുക്കാരോ വീട്ടിലുള്ളവരോ കാണുമ്പോൾ തന്നെ നിങ്ങളോട് പറയും, പഴയതുപോലെ അല്ല, ഇപ്പോൾ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നടക്കുന്ന പാറ്റേൺ പോലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നടക്കുന്ന രീതി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പണ്ട് ഒത്തിരി ആടി നടക്കുമായിരുന്നു, ഇപ്പോൾ ആ ആട്ടം അത്രയില്ല, ഇച്ചിരി കൂടെ സ്റ്റഡി ആയിട്ട് നടക്കുന്നുണ്ടെന്നുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റേതായ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ മടുത്തു പോകാതെ അല്ലെങ്കിൽ മടിച്ചു പോകാതെ അല്ലെങ്കിൽ ഒത്തിരി ലേസി ആയിട്ട് ഫീൽ ചെയ്യാതെ നിങ്ങളിത് റെഗുലറായിട്ട് ട്രെയിൻ ചെയ്യാൻ നോക്കണം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ, മുട്ടിൽ വേദന അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ ദയവായി നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. സംടൈംസ് നമ്മൾ പുതിയതായിട്ട് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ വേദന വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വേദന നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ എന്തായാലും നിങ്ങളത് ടു ബി ഓൺ ദ സേഫർ സൈഡ് യു ഓൾവേസ് വിൽ ഹാവ് ടു കൺസൾട്ട് യുവർ ഫിസിയോതെറാപ്പിസ്റ്റ് ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് നത്തിങ് ഹാംഫുൾ. ഞാൻ പ്രീവിയസ് എപ്പിസോഡ്സിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇൻഡിവിജ്വൽ എക്സസൈസസ് ചെയ്യുന്നത് പോലെ തന്നെ മസിൽ സ്ട്രെങ്തനിങ് ആയാലും ശരി, ജോയിൻറ്റ് മൊബിലിറ്റി ആയാലും ശരി, നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഫങ്ഷണൽ എക്സസൈസും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫങ്ഷണൽ എക്സസൈസാണ് ഈ ജോയിൻറ്റ് കോമ്പണൻറ്റ്, മസിൽ കോമ്പണൻറ്റിനെയും മറ്റുള്ള ബാലൻസ് കോമ്പണൻറ്റ് എല്ലാത്തിനെയും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൾവേസ് എക്സസൈസ് ഇസ് ബേസ്ഡ് ഓൺ ദ ഇൻഡിവിജ്വൽ. ഇറ്റ്സ് ഓൾവേസ് എ ടൈലർ മെയ്ഡ് എക്സസൈസ്. വ്യക്തിയെ നമ്മൾ അസസ് ചെയ്ത് വ്യക്തിക്ക് ആവശ്യമായ എക്സസൈസ് കൊടുക്കുകയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ഫങ്ഷണൽ എക്സസൈസസും ഡെഫിനറ്റ്ലി ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫങ്ഷണൽ എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് തന്നെ ഒരു മിനി റിപ്ലിക്കയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫങ്ഷണൽ എക്സസൈസ്. റെഗുലറായിട്ട് നമ്മുടെ റെഗുലർ ലൈഫ് സ്റ്റൈലിൽ ചെയ്യുന്ന എക്സസൈസസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്റ്റെപ്പ് കയറുക എന്നുള്ളത് റെഗുലർ എക്സസൈസാണ്. സെമി സ്ക്വാറ്റ്, സ്വല്പം മുമ്പ് നമ്മൾ കണ്ട സെമി സ്ക്വാറ്റ് എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന എക്സസൈസാണ്. നമ്മളെപ്പോഴാണ് സെമി സ്ക്വാറ്റ് ചെയ്യാറുള്ളത്? സാധാരണ നമ്മളൊരു ചെയറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അവിടെ സെമി സ്ക്വാറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വളരെ റെഗുലറായിട്ടുള്ള ഒരു കാര്യമാണ് സെമി സ്ക്വാറ്റ്. അതുപോലെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ചെയ്യുന്നതാണ് മുട്ട് താഴോട്ട് മടക്കുക. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ലഞ്ചസ് എന്ന് പറഞ്ഞ എക്സസൈസ്. വലതുകാൽ മുമ്പോട്ട് വയ്ക്കുക. എന്നിട്ട് എഗെയിൻ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ പ്രോപ്പർ സപ്പോർട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം.
ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ സപ്പോർട്ട് എടുക്കണം. സപ്പോർട്ട് എടുത്തിട്ട് ആ മുട്ട് മാത്രം നീട്ടുക. പുറയിലെ കാല് നീണ്ടിരിക്കണം. മുമ്പിലിരിക്കുന്ന കാല് മാത്രം, മുട്ട് മാത്രം മടക്കുക. പുറയിലിരിക്കുന്ന കാല് നീണ്ടിരിക്കണം. ആൻഡ് ഹോൾഡ് ഫോർ എ കൗണ്ട് ഓഫ് 3, 2, 1, കം ബാക്ക്. അഗെയിൻ 3, 2, 1, കം ബാക്ക്. ലഞ്ചസ് ശ്രദ്ധിക്കുക. 2 പാദവും തറയിൽ തന്നെ പതിഞ്ഞിരിക്കണം. വലത്തെ കാല് മുട്ട് മടക്കണം. മുട്ട് മടക്കിയാട്ട് ഇടത്തെ കാല് നീ ജോയിൻറ്റ് നീണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചാട്ട് നീണ്ടിരിക്കുകയാണ്. പാദം തറയിൽ തന്നെ പതിഞ്ഞിരിക്കുകയാണ്. പ്ലീസ് കം ബാക്ക്. അഗെയിൻ ഇവിടെ നിങ്ങൾക്ക് 2 എഫക്റ്റ് ഉണ്ട്. വലതേ കാലിലെ മുട്ട് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്വാഡ്രിസെപ്സ് മസിലിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഈസെട്രിക് സ്ട്രെങ്ത്. അതേ സമയത്ത് ഇടതേ കാലിൽ നിങ്ങളുടെ കാഫ് മസിൽ നല്ല സ്ട്രെച്ചും കിട്ടുന്നുണ്ട്. ഗ്യാസ്ട്രോണമിയസ് നല്ലതായ ഒരു സ്ട്രെച്ച്. ഈ മസിലിന് ഇവിടം വരെയുള്ള ഒരു മസിൽ നല്ലൊരു സ്ട്രെച്ചും കിട്ടുന്നുണ്ട്. ആൻഡ് കം ബാക്ക് ആൻഡ് ഇൻ്റർചേഞ്ച് ദ ലെഗ്സ്. കം ബാക്ക്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ലഞ്ചസ്. ആ ലഞ്ചസ് എന്ന് പറയുന്ന എക്സസൈസാണ് ഇപ്പോൾ കണ്ടത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. അടുത്തതായ ഫങ്ഷണൽ എക്സസൈസാണ് സ്റ്റെപ്പ് അപ്സ്. വീണ്ടും നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് നാളായിട്ട് അത് ചെയ്യാതിരിക്കുകയായിരിക്കാം. അത് മുട്ടുവേദന കാരണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് കാരണമായിരിക്കാം. ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് നിങ്ങൾ ഒരു പീരീഡ് ഓഫ് റെസ്റ്റിലായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറാൻ ഒരു മടിയായിരിക്കാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് അത് ചെയ്യാനൊരു മടിയായിരിക്കും. പഴയ പോലെ ബാലൻസ് കിട്ടുന്നില്ലെന്ന് പറയായിരിക്കും. അങ്ങനെയുള്ള ഒരു കംപ്ലയിൻ്റ് ഉള്ളവർക്ക് വളരെ അധികമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സസൈസാണ് സ്റ്റെപ്പ് അപ്സ്. ഇപ്പോൾ നിങ്ങൾ ഇത് വീട്ടിലെവിടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ വീട്ടിലെവിടെയെങ്കിലും സ്റ്റെപ്പുള്ള ഒരു സ്റ്റെയർ കേസോ അല്ലെങ്കിൽ അടുത്തെവിടെയെങ്കിലും സ്റ്റെപ്സ് വിത്ത് സൈഡ് റെയിലിങ്സ് ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയാണ് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നത്. തുടക്കത്തിലെ നമ്മൾ ഫുൾ സ്റ്റെപ്സ് കയറാൻ പോകുന്നില്ല. നമ്മൾ ഒരുപക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമായിരിക്കും കയറുന്നത്. ആ സ്റ്റെപ്പായിരിക്കും നമ്മൾ കയറി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് അത് 2 സ്റ്റെപ്പാക്കാം, 3 സ്റ്റെപ്പാക്കാം, 5 സ്റ്റെപ്പാക്കാം. പതുക്കെ തിരിഞ്ഞ് താഴോട്ട് വരാൻ ട്രെയിനിങ്ങും എടുക്കാം. അങ്ങനെയുള്ള അപ്പോൾ ആദ്യം നിങ്ങൾ ലഞ്ചസ് ചെയ്യുക, പിന്നെ ഈ സ്റ്റെപ്പ് അപ്സ് ചെയ്യുക. അതിൻ്റേതായ റേഞ്ച്, അതിൻ്റെ ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് പിന്നീട് കുറയ്ക്കാവുന്നതാണ്, പിന്നീട് നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പർട്ടിക്കുലർ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്തായാലും നിങ്ങളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിലാണെങ്കിൽ നിങ്ങളുടെ കാർഡിയാക് ഫംഗ്ഷനും നിങ്ങളുടെ പൾമണറി ഫംഗ്ഷനും ഒക്കെയും ചെക്ക് ചെയ്തിരിക്കുമല്ലോ. അതൊക്കെ നോർമലാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യുക. കാരണം ഒരുപക്ഷെ നിങ്ങളിത് സ്റ്റെപ്സ് കയറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ആങ്സൈറ്റി കാണും. ആങ്സൈറ്റി വരുമ്പോഴത്തേനും നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ മാറും. പെട്ടെന്ന് ഒത്തിരി ശ്വാസം എടുക്കുന്ന രീതിയിലുള്ള ആങ്സൈറ്റി വരും. അതൊക്കെ സാധാരണ ഇത് ഒത്തിരി നാൾ കഴിഞ്ഞ് ചെയ്യുന്നവർക്കൊക്കെ സ്വാഭാവികമാണ്. ഇറ്റ് ഇസ് സീൻ കോമൺലി. ഇറ്റ്സ് quite commonly seen in those people who have been not climbing stairs for quite some time. കാരണം സ്റ്റെയർ കയറുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രെനസ് ആക്ടിവിറ്റി. തീർച്ചയായിട്ടും ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ മേളിലോട്ട് കയറുമ്പോൾ നിങ്ങളുടെ എൻറ്റയർ ബോഡി വെയിറ്റ് ആണ് നിങ്ങളോടൊപ്പം നിങ്ങൾ മേളിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വെയിറ്റ് കൊണ്ടുപോകുമെന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ സ്ട്രെനസ് ആക്ടിവിറ്റി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. യു ക്യാൻ ട്രെയിൻ യുവർ സെൽഫ് ഇൻ ടു ഇറ്റ്. Preferably you need to have a physiotherapist with you by your side who can train you for at least for the few sessions that will gain you your confidence to climb the stairs. അപ്പോൾ നിങ്ങൾ സൈഡ് റെയിലിങ്സ് തീർച്ചയായിട്ടും പിടിക്കണം. സൈഡ് റെയിലിങ്സ് പിടിച്ചിട്ട് നിങ്ങളുടെ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള കാല്, വേദന ഇല്ലാത്ത കാല് ആദ്യം എടുത്ത് വെച്ചിട്ട് ആ കാലിൻ്റെ ബലത്തിൽ മുകളിലോട്ട് കയറി മറ്റേ കാലും എടുത്ത് മടക്കിയെടുത്ത് മുകളിലോട്ട് വയ്ക്കണം. അതുപോലെ തന്നെ തിരിച്ചിറങ്ങാൻ നോക്കണം. വേദനയുള്ള കാല് താഴോട്ട് എടുത്ത് വെച്ചിട്ട് വേദനയില്ലാത്ത കാല് താഴെ ഇറക്കണം. സോ ഓൾവേസ് റിമെമ്പർ, മുകളിലോട്ട് കയറുമ്പോൾ വേദനയില്ലാത്ത കാല് മുകളിലെടുത്ത് വയ്ക്കുക. കയറിക്കഴിഞ്ഞ് വേദനയുള്ള കാല് പുറകെ കൊണ്ടുവരിക. അതേ സമയത്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ വേദനയുള്ള കാല് ആദ്യം എടുത്ത് വയ്ക്കണം. എന്നിട്ട് വേദനയില്ലാത്ത കാല് വീണ്ടും വയ്ക്കുക. വീണ്ടും കയറിക്കട്ടെ. ഓക്കെ. സോ ഇതുപോലെ തന്നെ നമ്മൾ ഇത് ട്രെയിൻ ചെയ്യണം. പിന്നീട് മേളിലോട്ട് കയറിയിട്ട് റെയിലിങ്സ് പിടിക്കുക. റെയിലിങ്സ് പിടിച്ചിട്ട് ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് നമ്മൾ തിരിയണം. ട്രൈ ടു ടേൺ വിത്ത് സ്മോൾ സ്റ്റെപ്സ്.
ചെറിയ സ്റ്റെപ്സ് എടുത്ത് തിരിയുക. തിരിഞ്ഞിട്ട് വീണ്ടും റെയിലിങ്സെ കൈവയ്ക്കുക. റെയിലിങ്സെ പിടിച്ചിട്ട് ഈ പ്രാവശ്യം വേദനയുള്ള കാല് ആദ്യം എടുത്ത് താഴെ വയ്ക്കുക. വേദനയുള്ള കാല് താഴെ ആദ്യം വെക്കണം. അത് ഫോളോ ചെയ്ത് വേദനയില്ലാത്ത കാല് താഴോട്ട് വയ്ക്കുക. ആർ വി ക്ലിയർ വിത്ത് ദിസ്? ഐ ഹോപ്പ് യു ആർ ക്ലിയർ. അഗെയിൻ മേളിലോട്ട് കയറുക. റെയിലിങ്സെ പിടിച്ചുകൊണ്ട് സൂക്ഷിച്ച് തിരിയണം. ചെറിയ സ്റ്റെപ്സ് എടുത്ത് തിരിഞ്ഞാൽ മതി. എൻഷുറിങ് പ്രോപ്പർ ബാലൻസ്. വീണ്ടും റെയിലിങ്സെ പിടിക്കുക. റെയിലിങ്സെ പിടിച്ചിട്ട് വേദനയുള്ള കാല് താഴോട്ട് എടുത്ത് വയ്ക്കുക. ഫോളോഡ് ബൈ വേദനയില്ലാത്ത കാല്. ഇതാണ് സ്റ്റെപ്പ് അപ്സ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ എക്സസൈസസ്. ഇത് ട്രെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, വളരെ യൂസ്ഫുള്ളും ആയിരിക്കും. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടത് നീ പെയിനെ കുറിച്ചാണ്. നീ പെയിനിൽ ചെയ്യാവുന്നതായ ചില എക്സസൈസുകളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഓർത്തിരിക്കുക, നീ പെയിൻ എന്ന് പറയുന്നത് വലിയൊരു എൻറ്റിറ്റിയാണ്. പെയിൻ മെക്കാനിക്കൽ പെയിൻ ആയിരിക്കാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി എ സിസ്റ്റമിക് പെയിൻ. മെക്കാനിക്കൽ പെയിൻ എന്ന് വെച്ചാൽ മുട്ടിനെ സംബന്ധിച്ചുള്ള നീ ജോയിൻറ്റിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഡിസ്ഫങ്ഷൻ ആയിരിക്കാം. അത് മസിലായിരിക്കാം, ടെൻഡൻ ആയിരിക്കാം, അല്ലെങ്കിൽ നീക്കകത്തുള്ള ഏതെങ്കിലും ഒരു ജോയിൻറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. സോ അതൊക്കെ നമുക്ക് ഫിസിക്കലായിട്ട് ഹാൻഡിൽ ചെയ്ത് മാനേജ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തോ മൊബിലൈസ് ചെയ്തോ അല്ലെങ്കിൽ എക്സസൈസ് കൊടുത്തോ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേ സമയത്ത് മുട്ടിൽ നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലംസും വരാം. സിസ്റ്റമിക് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ബ്ലഡിൽ തന്നെയുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ പോളി ആർത്രalgia, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു സീക്ക് ദ ഹെൽപ്പ് ഓഫ് എ ഫിസിഷ്യൻ ഓർ പ്രോബബ്ലി എ റുമാറ്റോളജിസ്റ്റ്. അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഹാവ് ടു മീറ്റ് എ പ്രോപ്പർ ഫിസിഷ്യൻ ആൻഡ് ദെൻ ഗെറ്റ് ഇറ്റ് കൺഫേംഡ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആക്ച്വൽ പ്രോബ്ലം? മെക്കാനിക്കലായിട്ടുള്ള പ്രോബ്ലം അത് ഡെഫിനറ്റ്ലി അവർ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ദേ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ദേ വിൽ ബി ഏബിൾ ടു ഡയഗ്നോസ് യു. അതേ സമയത്ത് മെക്കാനിക്കലായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ ഡെഫിനറ്റ്ലി അപ്രോച്ച് എ ഫിസിയോതെറാപ്പിസ്റ്റ് ഹു ക്യാൻ ഹെൽപ്പ് യു വിത്ത് യുവർ knee pain. And I hope you have understood all the exercises. Even if you have any queries, feel free to get in touch with our office. And thank you very much. ഇന്നത്തെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഡെമോൺസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ ഡയറക്റ്റായി സമീപിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ വളരെ ഒരു ജനറലൈസ്ഡ് ആയ ഒരു പ്രൊസീജിയറാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.